നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം നടത്തി. ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ശിഥിലമാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി. വാർത്തകൾ വിശദമായി. അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം നടന്നു. ചടങ്ങിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മകരജ്യോതി സുവർണമുദ്ര പുരസ്കാര സമർപ്പണം ദിനേശൻ കൈനൂരിന് കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സമർപ്പിച്ചു. കലാകാരന്മാരായ കുട്ടികൾക്ക് ഈ രംഗത്തേക്ക് വളർന്നു വരാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ കലോത്സവങ്ങളിലെ ഒരു ഇനമായി ഉടുക്ക് കൊട്ടി ശാസ്താവിന്റെ സ്തുതി പാടി ഒരു വലിയ കലയായി നമ്മുടെ സമൂഹത്തിലാകെ ആദരിക്കപ്പെട്ടിട്ടുള്ള ശാസ്താംപാട്ട് ഒരു കലാ ഇനമായി കലോത്സവങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന ന്യായമായ പ്രശ്നം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഘടിതമായി ഈ മേഖലയിൽ നിന്ന് ഇവർ ആവശ്യപ്പെടുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധികളിൽ ശാസ്താംപാട്ടിന്റെ കല പഠിപ്പിക്കുന്ന അക്കാദമികൾ ആരംഭിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശാസ്താംപാട്ട് കലയെ ഒരു ക്ഷേത്രകലയായി ആദരിക്കണം, അംഗീകരിക്കണം എന്ന പ്രശ്നം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവശരായിട്ടുള്ള ശാസ്താംപാട്ട് കലാകാരന്മാർക്ക് അർഹമായ വിധത്തിലുള്ള ധനസഹായം അനുവദിക്കണം എന്ന പ്രശ്നം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളിൽ ശാസ്താംപാട്ട് കലാകാരന്മാർക്ക് പെൻഷനും അംഗീകാരവും നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുൾപ്പെടെ ശാസ്താംപാട്ട് എന്ന കലയെ ജനകീയമാക്കാനും അതിന് പുതിയ തലമുറ ഉണ്ടാക്കാനും ആ വിധത്തിൽ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സംഘടിതമായി ഒരു പ്രവർത്തനം ആവശ്യമാണ് എന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ടും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസാരിക്കാവുന്നതും ഏതാണ്ട് സഹായകരമായ വിധത്തിലുള്ള നിലപാടെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. ആറ്റുപുറത്ത് നാരായണൻ നായർ സ്മാരക ഗുരുശ്രേഷ്ഠ പുരസ്കാരം കോലഴി സുബ്രഹ്മണ്യനും കേരള സർക്കാരിന്റെ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് AS രാജനും മന്ത്രി രാജൻ പുരസ്കാരം സമ്മാനിച്ചു. ശാസ്താംപാട്ട് കലാകാരന്മാരായ U. രാമചന്ദ്രൻ, MR. സുബ്രഹ്മണ്യൻ, ജയദേവൻ പേരോത്ത്, KD. പ്രേമൻ, CS. അജയൻ, പ്രദീപ് KV, രതീഷ് ഗുരുവായൂർ എന്നീ കലാകാരന്മാർക്ക് ശരണകീർത്തി പുരസ്കാരവും അരുൺ ചെറൂരിന് അയ്യപ്പ ജ്യോതി പുരസ്കാരവും നൽകി. കാനാടിക്കുട്ടി ചാത്തൻകാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമി ഏർപ്പെടുത്തിയ സഹായധന സമർപ്പണവും പെരുവനം കുട്ടന്മാരാർ നിർവഹിച്ചു. യോഗത്തിൽ അയ്യപ്പ സേവാ സമിതി ചെയർമാൻ E. രമേശൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ അന്തിക്കാട്ട് പത്മനാഭൻ, വേണു വെള്ളാനിക്കര, ജനാർദ്ദനൻ മണത്തല, കുമാരനാശാൻ തളിക്കുളം, ഗോപാലകൃഷ്ണൻ വടക്കാഞ്ചേരി, രാജീവ് ഞെരുവിശ്ശേരി, സജീഷ് തീയക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വലിയ മാറ്റത്തിന് വഴിവെക്കുമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ രാജ്യത്തെ ശിഥിലമാക്കുകയാണ് ചെയ്യുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി അഭിപ്രായപ്പെട്ടു. ഗാന്ധി ജയന്തി ദിനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഒറ്റത്തെരഞ്ഞെടുപ്പും ഫെഡറലിസത്തിന്റെ ഭാവിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഇന്ത്യയിൽ നിലനിർത്തുന്ന ഈ വ്യവസ്ഥിതി അതിലെവിടെയെങ്കിലും കേടുപാട് പറ്റിയാൽ തകർന്നു പോകും. രാഷ്ട്രശില്പികളായ നെഹ്റുവിന്റെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും സരോജിനി നായിഡുവിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുണ്ടായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും ദീർഘവീക്ഷണങ്ങളെ അഭിമാനപൂർവ്വം സ്മരിക്കേണ്ട സന്ദർഭമാണ്. എന്തുകൊണ്ടാണ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു വ്യവസ്ഥിതിയുണ്ട്. പ്രസിഡന്റ് അദ്ദേഹമാണ് സുപ്രീമോ, അദ്ദേഹമാണ് പ്രഥമ പൗരൻ. പക്ഷെ അദ്ദേഹം അധികാരം വിധേയപ്പെട്ട് നിൽക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തോടാണ്. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നതിനുള്ള RSSന്റെ ഒളി അജണ്ടയാണ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയെ ഒരുമിപ്പിക്കുന്നതിന് ക്രാന്തദർശികളായ
നമ്മുടെ രാഷ്ട്രശില്പികൾ കൈമൈ മറന്ന് പരുവപ്പെടുത്തിയ നമ്മുടെ വ്യവസ്ഥിതിയെ തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്നും സാദിഖ് അലി പറഞ്ഞു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് CH അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ്, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ KK സക്കറിയ, AV അലി, അസീസ് മന്നലാങ്കുന്ന്, TA ഫഹദ്, സാബിർ കടങ്ങോട്, ഷജീർ പുന്ന, MSF സംസ്ഥാന സെക്രട്ടറി SA അൽറസിൻ എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതർക്കായി തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച സഹായധനം മുരളി പെരുന്നെല്ലി MLAക്ക് കൈമാറി. ട്രസ്റ്റ് അംഗങ്ങളിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും സമാഹരിച്ച 1 ലക്ഷം രൂപയുടെ ചെക്ക് ഭാരവാഹികൾ MLAക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഓഫീസിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത് അധ്യക്ഷനായി. സെക്രട്ടറി സുശീൽ ചാളിപ്പാട്ട്, ട്രഷറർ സുരേഷ് ബാബു തറയിൽ എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷിക്കാരെയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തുന്ന പരിപാടി ചാരെ നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നോട്ട് ബുക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയ്ക്ക് ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ എന്നിവ കിടപ്പുരോഗികളായ വിദ്യാർത്ഥികൾക്കായി നൽകി. BPCമാരായ ഡോക്ടർ K ഉമാദേവി, ചിത്രകുമാർ എന്നിവർ ഇവ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ കണ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വാർഡ് മെമ്പർ ആശ ടീച്ചർ, ജില്ലാ പ്രൊജക്ട് ഓഫീസർ KB ബ്രിജി, കൺവീനർ MV പ്രതീഷ്, റീന ജോർജ്, ഷൈന മുഹമ്മദ്, ശാലിനി R എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് തുടക്കമായി. പഞ്ചായത്തിലെ 19 വാർഡുകളിലും ജനകീയ പങ്കാളിത്തത്തോടെ സമിതികൾ കൂടി ഹോട്ട്സ്പോട്ടുകൾ വൃത്തിയാക്കി. കണ്ടശാങ്കടവ് പവലിയനിയിൽ നടത്തിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ ഷേർലി, കവിത രാമചന്ദ്രൻ, PT ജോൺസൺ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേന അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും പരിസരവാസികളും പരിപാടിയിൽ സജീവ പങ്കാളികളായി. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തി. പ്രിൻസിപ്പാൾ പ്രീത P രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയോടുകൂടിയുള്ള റാലിയും സ്വച്ഛതാ ഹേ സേവയുടെ ഭാഗമായി കാരമുക്ക് ഹെൽത്ത് സെന്റർ, കാരമുക്ക് വില്ലേജ് ഓഫീസ് എന്നീ പ്രദേശങ്ങൾ വൃത്തിയാക്കി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും തുടർന്ന് ജാഗ്രതാ ജ്യോതിയും തെളിയിച്ചു. വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, പ്രോഗ്രാം ഓഫീസർ രജിത, PTA പ്രസിഡന്റ് ഷൈൻ വാസ്, അധ്യാപകരായ രമ്യ, ദീപ, മിനി എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിവസം ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318Dയുടെ അമലാനഗർ ലയൺസ് ക്ലബ്ബ് നൽകിയ വസ്ത്രങ്ങൾ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്ത് മുണ്ടത്തിക്കോട് സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് അധികാരി ആന്റണിക്ക് കൈമാറി. ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർമാരായ KM അഷ്റഫ്, PJ ജോർജ് കുട്ടി, ലിജോ ജോർജ് കുട്ടി, TL ഷാജു, ജോയ്സി ഷാജു തരകൻ, ഗ്ലാൻഡോ ആൻഡ്രൂസ് നീലങ്കാവിൽ, PS അച്യുതൻ, KF ബ്ലെസ്സൻ എന്നിവർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ മണലൂർ സേവാഭാരതി മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ യജ്ഞം നടത്തി.
മണലൂർ സേവാഭാരതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, സെക്രട്ടറി സൂര്യനാരായണൻ, ട്രഷറർ രാമചന്ദ്രൻ, സ്വാവലംബൻ, കൺവീനർ ഉപേന്ദ്രൻ, മീഡിയ കൺവീനർ പ്രേംജി ചിറയത്ത്, മുതിർന്ന സേവാ പ്രവർത്തകനായ പ്രഭാകരൻ ചവറാട്ടിൽ, മണലൂർ മണ്ഡലം കാര്യവാഹക് മനോജ് പണ്ടാരൻ, സേവാ പ്രവർത്തകരായ ബാബു എന്നിവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ് സാർ, ഡോക്ടർ ഐശ്വര്യ മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകരായ ഷർമിള ജൈനി വാസൻ, ആശ സുരേഷ്, ഗിരിജ സുനിൽകുമാർ, പങ്കജ സുനിൽകുമാർ, ജയ സുരേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ കണ്ടശ്ശാങ്കടവ് മാർക്കറ്റ് വൃത്തിയാക്കി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ NSS യൂണിറ്റ് മാതൃകയായി. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി, കണ്ടശ്ശാങ്കടവ് യൂണിറ്റ്, കേണ്ടസ് ആർട്സ് ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ, തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജോയ്മൻ പള്ളിക്കുന്നത്ത്, വർഗീസ് ചാക്കോ, സൂരജ് PS, വ്യാപാരി വ്യവസായ സമിതി കണ്ടശ്ശാങ്കടവ് യൂണിറ്റ് CM വർഗീസ്, സെക്രട്ടറി ഷൺമുഖൻ, ട്രഷറർ MV സുധാകരൻ, കേണ്ടസ് ക്ലബ്ബ് സെക്രട്ടറി CT ആൻഡോ, വൈസ് പ്രസിഡന്റ് TP ജോർജ്, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ഷാജി വർഗീസ്, സ്കൂൾ പ്രിൻസിപ്പൽ അബീദ A, PTA പ്രസിഡന്റ് മുരളി, പ്രോഗ്രാം ഓഫീസർ R രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് നമ്പർ 648 കണ്ടശ്ശാങ്കടവ് സ്കൂളിലെ യൂണിറ്റാണ് അത്. ഞങ്ങൾ ഇന്ന് ഒക്ടോബർ 2 ക്ലീനിങ് പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കണ്ടശ്ശാങ്കടവ് മാർക്കറ്റാണ്. ഞങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയോടും കൂടി വ്യാപാരി വ്യവസായ സംഘടന, കേണ്ടസ് ക്ലബ്ബ്, പഞ്ചായത്തിൽ നിന്നുള്ള ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷനും ഓപ്പൺ സ്കൗട്ട് ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന മത്സര ഇനങ്ങളിൽ അന്തിക്കാട് ഹൗസ് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം 3-ാം വർഷവും ഓവറോൾ ചാമ്പ്യന്മാരായി. കൂടാതെ വെസ്റ്റ് ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ തുടർച്ചയായി 3-ാം വർഷവും ഓവറോൾ ചാമ്പ്യന്മാരായി. ഇതുവരെ നടന്ന വെസ്റ്റ് ഉപജില്ലാ മത്സര ഇനങ്ങളിലും 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ജില്ലാ ടീമിലേക്ക് സ്കൂളിലെ VS ശ്രീഹരിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇടവേള. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നിങ്ങളുടെ അധ്വാനത്തിന്
സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കൊരനാഞ്ചിറ റോഡ് റെസിഡൻസ് അസോസിയേഷൻ കൂപ്പൺ നറുക്കെടുപ്പും സൗഹൃദ സംഗമവും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ അനിത ത്രിദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് തണ്ടയാമ്പറമ്പിൽ അധ്യക്ഷനായി. തുടർന്ന് കൂപ്പൺ നറുക്കെടുപ്പുകൾ നടത്തി. തുളസി കുടുംബശ്രീ ദേശഭക്തി ഗാനം പാടി. തിരുവാതിരക്കളി, വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മധു മേത്തിൽ, ഷാന, സംഘാടക സമിതി കൺവീനർ സരസ്വതി വലപ്പാട്, അസോസിയേഷൻ സെക്രട്ടറി വേലായുധൻ ചാഴു, ദാസൻ മുളങ്ങാട്ട്, ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ ദിനേശ്, സിജിൽ, കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം. ഒരു ചെറു കുളിരലയിളകി നിന്നോ മത്സരണിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നൊരു സുമംഗലി കുരുവി ഇണയെവിടെ തുണയെവിടെ സിന്ദൂര കുരുവി മഞ്ഞണിക്കൊമ്പിൽ കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം സിരകളിലിങ്ങോ ഒരു കല്യാണ നേരം കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം സിരകളിലിങ്ങോ ഒരു കല്യാണ നേരം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ ശിവരം നീരയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിര രാവിതിൽ ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ ആലവയറിൽ വെള്ളാരമണിക്കിലുക്കും ആടും താളത്തിൽ വെള്ള കുഞ്ചിലമ്പാട്ടം ആലവയറിൽ വെള്ളാരമണിക്കിലുക്കും ആടും താളത്തിൽ വെള്ള കുഞ്ചിലമ്പാട്ടം. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 80-81 SSLC ബാച്ച് കൂട്ടായ്മയായ ക്ലാസ് 81 10ാം വാർഷികം നടത്തി. തളിക്കുളം ബ്ലൂമിംഗ് ബേർഡ്സ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. എത്ര കാലമാണ് എവിടേക്കേ പോകുക എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. അവാർഡ് കിട്ടിയപ്പോൾ പോലും ഞാൻ പരിഗണിച്ചു. കാരണം ഏത് പാട്ട് എന്തിനെന്ന് ഞാൻ ചോദിച്ചു വേണ്ടായി. കാരണം ചാനലുകൾ വന്നപ്പോഴേ ഇത്രയധികം ചാനലും ഇത്രയും ക്യാമറ തൃശ്ശൂരിൻ്റെ ഈ പരിസരത്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി തന്നാണ്. ഒരു 10-25-30 ആൾക്കാർ ക്യാമറയായിട്ട് വന്നിട്ട് ബഹളുണ്ടാകും. അപ്പം ഞാൻ തൃശ്ശൂരിൽ ഹോട്ടലിലായിരുന്നു. അപ്പം എന്താ സംഭവം ചോദിച്ചപ്പോൾ അങ്ങക്ക് കുറച്ച് സംസ്ഥാന ഗവൺമെൻറ് അവാർഡാണ് ചരിത്ര അല്ല ഏറ്റവും നല്ല പിന്നണി ഗായകനായിട്ടുള്ള അവാർഡ്. ഏത് എന്ത് സംഭവം ഞങ്ങളിപ്പോൾ ടി വിയിൽ കണ്ടുവരിക. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഏത് പാട്ട് എന്ത് പടം. അപ്പം അവരൊരു ജനനം 1947 പ്രണയം തുടരുന്നു എന്ന സിനിമ. അങ്ങനെ സിനിമയില്ല എനിക്കറിയില്ല. എനിക്ക് ടൈറ്റിൽ
ഏത് പാട്ട് അപ്പം പാട്ട് മൊബൈലിൽ കിടക്കുന്നു. അത് ഞാൻ പാടിയതാണ്. പക്ഷെ 2 കൊല്ലം മുമ്പാണ് പാടിയത്. അതിനുശേഷം 15-20 പാട്ടുകൾ വേറെ പാടിയില്ല. അപ്പം ഏത് പാട്ടാണ് ആഗ്രഹിച്ചത്? എനിക്ക് ആ പാടെന്ന് പറയുമ്പോൾ ഞാൻ പരിഭ്രമിച്ചു, ഞെട്ടി. 43 വർഷത്തിന് ശേഷവും കൂടെ പഠിച്ചവരെ ചേർത്ത് നിർത്തി ഒരുമയോടെ പ്രവർത്തിക്കുന്ന ക്ലാസ് 81 മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പ്രകീർത്തിച്ചു. പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷനായി. യോഗത്തിൽ വിദ്യാധരൻ മാസ്റ്ററെയും കൂട്ടായ്മയുടെ പിറവിദിനത്തിൽ നെല്ലിക്ക അമ്മയായി വേഷമിട്ട സീതാലക്ഷ്മിയെയും തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ സീഡ് ക്ലബ് മേധാവി മനോഹിത് മാസ്റ്ററെയും പുതുതലമുറയ്ക്ക് അക്ഷരപ്പൂക്കൾ സമ്മാനിക്കുന്ന ഗുരുവായൂർ GUP സ്കൂളിലെ അധ്യാപികയും കലാകാരിയുമായ സുമിത ടീച്ചറെയും അനുമോദിച്ചു. അംഗങ്ങളുടെ മക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പറത്താട്ടിൽ സ്മരണ, വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി. തളിക്കുളം ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹഫ്സത്ത് ടീച്ചർ, മനോഹിത് മാസ്റ്റർ, ലീഡർ ഇബ്രാഹിംകുട്ടി, ട്രഷറർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജി അനുസ്മരണവും ദീപം തെളിയിക്കലും നടത്തി യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി. ചടങ്ങ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയി ലാൽ, യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി, സഗീർ പടുവിങ്ങൽ, പ്രസാദ് നാട്ടിക, രാഗി സുമേഷ്, സന്ദീപ് AS, സജിത്രം തയ്യിൽ, പ്രവീൺ പൊയ്യാറ, അഞ്ജിത്ത് അവനിശ്ശേരി, അതുൽ V, വിഷ്ണുപ്രസാദ്, വാസുദേവൻ, ശ്രീജിൽ AS, രാഹുൽ വള്ളൂർ എന്നിവർ നേതൃത്വം നൽകി. തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിലെ ഓരോ സഹപ്രവർത്തകർക്കുണ്ട്. ഗാന്ധിജിയെ കൊന്നവർ തന്നെ ഗാന്ധിജിയെ വീണ്ടും വെടിവെച്ച് ഉയർത്തി കൊല്ലുന്നു, പ്രതീകാത്മകമായി കൊല്ലുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പുകൾ നിർത്തലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ ആക്രമിക്കുന്നു. എന്തിനേറെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ മൊത്തം കുഴിച്ചു മൂടുന്നതിന് വേണ്ടി ഒരു സമ്പ്രദായം മൊത്തം മാറ്റമായിട്ടാണ് ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ KG വിഭാഗമായ ഗ്രേസ് കിഡ്സിൽ കലോത്സവം പാരഡൈസ് കിഡ്സ് ആഘോഷിച്ചു. ഫാൻസി ഡ്രസ്, ആക്ഷൻ സോങ്, നാടോടി നൃത്തം, പ്രസംഗം എന്നിവയുണ്ടായിരുന്നു. മുൻ പ്രധാനാധ്യാപിക ലസിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാതൃസംഘം പ്രസിഡന്റ് ചീതു ഷെറിൻ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക ജെന്നി, നൈസി ടീച്ചർ, റീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. ലോക്കൽ മാനേജർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് സ്നേഹ ജോൺസൺ മുഖ്യാതിഥിയായി. ഞാൻ സ്നേഹ ജോൺസൺ. ഞാൻ തൃശ്ശൂർ വിവേകോദയം സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ്. ആദ്യമേ തന്നെ SN ട്രസ്റ്റ് HSS നാട്ടിക സ്കൂളിലേക്ക് എന്നെ ക്ഷണിച്ച ശലഭ ടീച്ചറിനും സ്കൂൾ പ്രിൻസിപ്പൽ ജയബിനി ടീച്ചർക്കും നസീർ സാറിനും പ്രസന്നൻ സാറിനും മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളായ കാരണം എനിക്ക് കംഫർട്ടാണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. പക്ഷേ എന്നെ പറ്റിയുടെ ജയബിനി ടീച്ചർ കുറേ പറഞ്ഞു. അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അത്രയ്ക്ക് അങ്ങനെയല്ല, അത്രയ്ക്കൊന്നും ഞാൻ ഇല്ല. എന്നെക്കാളും നല്ല കഴിവുള്ള കുട്ടികൾ ഇപ്പോൾ പാട്ടായാലും ഡാൻസ് ആയാലും ഒക്കെ ഈ സ്കൂളിലായാലും ഉണ്ടാവും. പക്ഷേ ചിലവർക്ക് മാത്രമാണ് ഇപ്പോൾ TV റിയാലിറ്റി ഷോയിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ
എനിക്കത് കിട്ടിയതിൽ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ജെ അഭിനയ് GSB, വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഗിലേഷ്, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രശാന്ത്, ഹസീന, തിലകൻ, PTA വൈസ് പ്രസിഡന്റ് പ്രിൻസ് മദൻ, HM ഇൻചാർജ് ശ്രീജിനി എന്നിവർ സംസാരിച്ചു. NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അമ്മയ്ക്കൊരു ഭവനത്തിനായി ഫുഡ് സ്റ്റാൾ ഒരുക്കുകയുണ്ടായി. സ്റ്റാളിന്റെ ഉദ്ഘാടനം ലോക്കൽ മാനേജർ PK പ്രസന്നൻ നിർവഹിച്ചു. സ്കൂളിൽ 20 വർഷത്തിലധികമായി കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന ദമയന്തി ചേച്ചിയുടെ ദ്രവിച്ചു വീഴാറായ വീടിന്റെ അവസ്ഥ നേരിൽ ബോധ്യപ്പെട്ട NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് പുതിയ വീട് വെച്ച് നൽകാൻ മുൻകൈയെടുത്താണ് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഒരുമിച്ച് ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയത്. യൂത്ത് ഫെസ്റ്റിന്റെ അങ്കണത്തിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്താൻ നമ്മുടെ NSS വളണ്ടിയേഴ്സും നമ്മുടെ കുട്ടികളും അതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശലഭ ടീച്ചറും സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പാളും എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്ന് അതിൻ്റെ ഒരു ഇനാഗുറേഷനാണ് ഇപ്പോൾ നടന്നത്. ഇതൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. കരാത്തെ ദോ ഗോജുകാൻ ആൻഡ് കസോക്കു കായ് അസോസിയേഷൻ ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് നടന്നു. തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കരാത്തെ ദോ ഗോജുകാൻ ആൻഡ് കസോക്കു കായ് നാഷണൽ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് അധ്യക്ഷനായി. ഗോജുകാൻ സംസ്ഥാന സെക്രട്ടറി സാന്ദ്ര ബാബു, TSTA ട്രഷറർ ദിലി രത്നം, സെക്രട്ടറി പാറുക്കുട്ടി, മായ ആർട്സ് ആൻഡ് കോളേജ് പ്രിൻസിപ്പാൾ ആവാസ് മാഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഗോവ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PK സുദർശൻ എന്നിവർ വിജയികൾക്ക് മെഡൽ വിതരണം നടത്തി. ഗോജുകാൻ നാഷണൽ സെക്രട്ടറി മൃദുല മധു, കേരള ട്രഷറർ KK കാർത്തിക, കേരള വൈസ് പ്രസിഡന്റ് ടോംസ് വട്ടോളി, സുമി, KK കിരൺ, ഗോജുകാൻ കേരള പ്രസിഡന്റ് KS സൂരജ് എന്നിവർ സംസാരിച്ചു. കേരള, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും 50ഓളം ദേശീയ റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. അസോസിയേഷൻ്റെ ഒരു ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പാണ് ഇന്ന് TSA സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഒരു 500ഓളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് എത്തിച്ചേർന്നത്. ഇത് ഈ വരുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് 27-ാം തീയതി നടക്കുന്ന തൃശ്ശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ കൂടിയാണ് നടക്കുന്നത്. ഇതിൽ നാഷണൽ റഫറീസ് ആയിട്ടുള്ള 100ഓളം പേരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോജുകാൻ അസോസിയേഷൻ അവകാശപ്പെടുന്നതാണ് അത്രയും റഫറീസ് കേരളത്തിൽ ഒരു അസോസിയേഷൻ തന്നെ സ്വന്തമായിട്ടുണ്ട്. അവർ തന്നെയാണ് ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക ഉള്ള സ്റ്റേറ്റുകളിലത്തെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാലക്കാട് ഉപജില്ല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയുടെ ഭാഗമായി നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ ഗണിതശാസ്ത്ര മേളയും സാമൂഹ്യശാസ്ത്ര മേളയും ഒക്ടോബർ 7-8 തീയതികളിൽ നടക്കും. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണ പരിപാടിയുടെ വിജയത്തിലേക്കായി കലവറയ്ക്കൊരു കൈത്താങ്ങ പരിപാടിയുടെ ഭാഗമായുള്ള വിഭവശേഖരണം ആരംഭിച്ചു. നമ്മുടെ സ്കൂളിൽ നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിലും അതിനൊരു ഭാഗമാക്കുകയാണ് നമ്മൾ. അതിനുവേണ്ടി കുട്ടികൾക്കായിട്ടുള്ള ഉച്ചഭക്ഷണം കൊടുക്കുന്നതിനായി നമ്മുടെ സ്കൂളിലെ കൊച്ചുകുട്ടികളായി കൊണ്ടുവന്ന കലവറയ്ക്കൊരു കൈത്താങ്ങ് എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾ കൊണ്ടുവന്ന പച്ചക്കറികളാണ് നമ്മളിവിടെ എല്ലാവരും ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് പ്രിൻസിപ്പാൾ JB നിഷ, പ്രധാനാധ്യാപിക CR ഗീത എന്നിവർ ചേർന്ന് ജാഗ്രതാ ജ്യോതി തെളിയിച്ച് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരിയുടെ അമിത ഉപയോഗമാണ്.
അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അവബോധം വേണം. ഈ ലഹരിയിലേക്ക് അടിമപ്പെടുത്താനായിട്ട് തന്നെ മാഫിയകൾ നമ്മുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിരോധം നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. പെരിങ്ങോട്ടുകര നാലുംകൂടി സെന്ററിൽ NSS വോളണ്ടിയേഴ്സ് ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. NSS വോളണ്ടിയർ ജാസ്മിൻ മരിയ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരായ CN ആശ, ബിന്ദു പേരാത്ത്, അനില ജോസ് എന്നിവർ പങ്കെടുത്തു. വടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി സ്മൃതി യാത്രയും മഹാത്മാഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി അനുസ്മരണവും നടന്നു. വടനപ്പള്ളി സെന്ററിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഗാന്ധി സ്മൃതി യാത്ര ആരംഭിച്ചു. ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഗാന്ധി സ്മൃതി സംഗമം നടന്നു. വടനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. DCC സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ദേശരക്ഷാ പ്രതിജ്ഞ മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ ചൊല്ലിക്കൊടുത്തു. മഹാത്മാഗാന്ധി അനുസ്മരണം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് നിർവഹിച്ചു. KV സിജിത്ത്, CM ശിവപ്രസാദ്, അശ്വതി, AM മുജീബ്, സുനിൽ വാലത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം നടത്തി. ഒറ്റത്തവണ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ശിഥിലമാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖലി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.